മറയൂരിലെ ആ പഴയ ചന്ദനക്കാടുകൾക്ക് നടുവിലൂടെ നടക്കുമ്പോൾ ജീവന്റെ ലക്ഷണമൊന്നുപോലും ഉണ്ടായിരുന്നില്ല. ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. മാധവൻ തന്റെ തോളിലെ ഭാരമേറിയ ചാക്ക് മുറുക്കിപ്പിടിച്ചു. വിലപിടിപ്പുള്ള എന്തോ ഒന്നുമായിട്ടായിരുന്നു അവന്റെ ആ യാത്ര. കാടിന്റെ വന്യത അവനെ ഭയപ്പെടുത്തിയിരുന്നില്ല. കാരണം ഈ കാട്ടിലെ ഓരോ മരവും അവന് പരിചിതമായിരുന്നു. അവൻ ഒരു വേട്ടക്കാരനായിരുന്നു, നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു കള്ളവേട്ടക്കാരൻ. അന്ന് വൈകുന്നേരമാണ് മാധവന് ആ അപൂർവമായ നിധി കിട്ടിയത്. കാടിന്റെ ആഴങ്ങളിൽ ആരും പോകാത്ത ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുരാതനമായ ഒരു കൊത്തുപണിയുള്ള വെങ്കല വിഗ്രഹം അവൻ കണ്ടെത്തി. പഴയ ഏതോ രാജവംശത്തിന്റെ വിലമതിക്കാനാവാത്ത സ്വത്ത്. അത് നഗരത്തിലെ കള്ളക്കടത്തുകാർക്ക് വിറ്റാൽ തന്റെ ജീവിതം മാറിമറിയുമെന്ന് അവൻ ഉറപ്പിച്ചു. നടന്ന് നടന്ന് അവൻ കാടിന്റെ അതിർത്തിയിലുള്ള ഒരു പഴയ കാവിലിന്റെ മുന്നിലെത്തി. ഭദ്രക്കാവ്. നാട്ടുകാർ വിശ്വസിക്കുന്നത് ആ കാട്ടിലെ മരങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരു കാവൽക്കാരനുണ്ടെന്നാണ്. മുത്തപ്പൻ എന്ന് വിളിക്കുന്ന കാട്ടുദൈവം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരെ ആ ദൈവം കാട്ടിൽ നിന്ന് പുറത്തുവിടില്ലെന്ന് പഴമക്കാർ പറയും. മാധവൻ അതൊക്കെ വെറും നാടൻ കഥകളായി തള്ളിക്കളഞ്ഞു. കാവിൻ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് കാറ്റു നിന്നു. അന്തരീക്ഷമാകെ ഒരു ശ്മശാനത്തിന്റെ മൂകത പടർന്നു. പെട്ടെന്നാണ് മാധവന് തന്റെ പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം കേൾക്കാൻ കഴിഞ്ഞത്. കരിയിലകൾ അമരുന്ന ശബ്ദം. ചരപര, ചരപര. അവൻ തിരിഞ്ഞു നോക്കി. ടോർച്ചിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മരങ്ങൾക്കിടയിലൂടെ നീളമുള്ള ഒരു നിഴൽ കടന്നുപോകുന്നത് അവൻ കണ്ടു. ഒരു മനുഷ്യന്റെ രൂപം, പക്ഷേ സാധാരണ മനുഷ്യരെക്കാൾ എത്രയോ ഉയരം. ആരാ അത്? മാധവൻ തന്റെ അരയിലിരുന്ന വലിയ വേട്ടക്കത്തി കയ്യിലെടുത്തുകൊണ്ട് ഉറക്കെ ചോദിച്ചു. മറുപടിയുണ്ടായില്ല. പക്ഷേ കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ ഒരു കുറുക്കൻ ദീനമായി ഓരിയിട്ടു. മാധവൻ വേഗം മുന്നോട്ട് നടന്നു. എന്നാൽ അവൻ എത്ര വേഗത്തിൽ നടന്നിട്ടും വഴി അവസാനിക്കുന്നില്ലെന്ന് അവൻ ഭീതിയോടെ മനസ്സിലാക്കി. അവൻ പോയ വഴികളിലൂടെ തന്നെ വീണ്ടും വീണ്ടും ചുറ്റിത്തിരിയുകയായിരുന്നു. കാട് അവനെ ഒരു കെണിയിലാക്കിയിരിക്കുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ മുന്നിലെ ഒരു വലിയ ആൽമരച്ചുവട്ടിൽ ആരോ നിൽക്കുന്നത് അവൻ കണ്ടു. നരച്ച മുടിയും വന്യമായ കണ്ണുകളുമുള്ള ഒരു വൃദ്ധൻ. അയാളുടെ ദേഹമാകെ കാട്ടുചെടികളും വേരുകളും പടർന്നു പിടിച്ചതുപോലെയായിരുന്നു. മകനെ, ആ വിഗ്രഹം അവിടെ തന്നെ തിരികെ വയ്ക്കുക. അത് ഈ കാടിന്റെ ആത്മാവാണ്. അത് പുറത്തുപോയാൽ കാട് നശിക്കും, നീയുണ്ടാകില്ല. ആ വൃദ്ധന്റെ ശബ്ദം കാടിന്റെ മന്ത്രണം പോലെ മാധവന്റെ കാതുകളിൽ മുഴങ്ങി. മാറി നിൽക്കടാ കിളവ, എന്റെ വഴി തടയാൻ നോക്കിയാൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും. മാധവൻ കത്തിയോങ്ങിക്കൊണ്ട് ആക്രോശിച്ചു. അവൻ ആ വൃദ്ധനെ തള്ളിമാറ്റി മുന്നോട്ട് ഓട്ടി. പക്ഷേ കുറച്ചു ദൂരം ഓടിയപ്പോൾ അവന്റെ കാലുകൾ മണ്ണിലേക്ക് താഴാൻ തുടങ്ങി. അതൊരു ചതുപ്പായിരുന്നില്ല, സാധാരണ മണ്ണായിരുന്നു. എന്നാൽ വേരുകൾ പാമ്പുകളെപ്പോലെ മണ്ണിൽ നിന്ന് ഉയർന്നുവന്ന് അവന്റെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞു. മാധവൻ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണു. അവന്റെ തോളിലെ ചാക്കിൽ നിന്ന് ആ വെങ്കല വിഗ്രഹം തറയിലേക്ക് തെറിച്ചു വീണു. ഇരുട്ടിൽ നിന്ന് ആ ഭീമാകാരമായ രൂപം പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നുവന്നു. മിന്നൽ വെളിച്ചത്തിൽ മാധവൻ ആ രൂപത്തിന്റെ മുഖം കണ്ടു. അതൊരു മനുഷ്യനായിരുന്നില്ല. മരത്തിന്റെ തൊലിയും വേരുകളും ചേർന്നുണ്ടായ ഒരു ഭീകരരൂപം. അതിന്റെ കണ്ണുകളിൽ നിന്ന് പച്ചനിറത്തിലുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കാടിന്റെ കാവൽക്കാരൻ. അത് തന്റെ വലിയ കൈകൾ നീട്ടി മാധവന്റെ നെഞ്ചിലേക്ക് അമർത്തി. മാധവന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ കത്തി ആ രൂപത്തിന്റെ ശരീരത്തിലേക്ക് ആഴ്ത്തിയിറക്കാൻ നോക്കി. പക്ഷേ കത്തിമരത്തിന്റെ തടിയിൽ തട്ടുന്നതുപോലെ ഒച്ചയുണ്ടാക്കി തെറിച്ചുപോയി. പ്രകൃതിയിൽ നിന്നെടുത്തത് പ്രകൃതിക്ക് തന്നെ തിരികെ നൽകണം. ആ രൂപത്തിന്റെ അലർച്ചയോടെയുള്ള ശബ്ദം കാട്ടിലാകെ പടർന്നു. മാധവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി. അവന്റെ ജീവൻ പതുക്കെ ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അവന്റെ ശരീരം പതുക്കെ ആ മണ്ണിന്റെ ഭാഗമായി മാറാൻ തുടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ കാട്ടിലേക്ക് കയറിയ മറ്റു ചില വേട്ടക്കാർ ആ ഭദ്രക്കാവിനു മുന്നിൽ വെച്ച് ആ വെങ്കല വിഗ്രഹം കണ്ടെത്തി. അത് കാവിൻ മുന്നിലെ ആൽമരച്ചുവട്ടിൽ കൃത്യമായി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് മനുഷ്യന്റെ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പുതിയ മരം മുളച്ചുപൊന്തിയിരിക്കുന്നത് അവർ അത്ഭുതത്തോടെയും ഭയത്തോടെയും നോക്കി നിന്നു. ആ മരത്തിന്റെ തടിയിൽ ഒരു മനുഷ്യൻ ഭയം കൊണ്ട് നിലവിളിക്കുന്നതുപോലെയുള്ള ഒരു രൂപം വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു. കാടിന്റെ നിയമങ്ങൾ ലംഘിച്ചവന് ലഭിച്ച ശാശ്വതമായ ശിക്ഷയായിരുന്നു അത്.